നമുക്ക് ലാറ്റ്വിയയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഡിഷ് വാഷിംഗ് എങ്ങനെ നോക്കിയാലോ? വാ കമാൻ. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്ലാസ്സുകൾ ഉണ്ടോ, ഇത്രയും ഗ്ലാസ്സുകൾ ഇന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കേണ്ട ഓരോ ഗ്ലാസ്സുകൾ എന്ത് ചെയ്യാം, ഒരു ട്രേ ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം ഡിഷ് വാഷറിൽ വെക്കാൻ. അപ്പോൾ നമ്മൾ ഞാൻ ഓരോന്നിങ്ങനെ പൊട്ടാതെയും ചീറ്റാതെയും എടുക്കണം. എന്നിട്ട് ഇതിൽ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ഇതാണ് ഇവിടുത്തെ ഡിഷ് വാഷിംഗ് മെഷീൻ കണ്ട. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അടക്കി വെച്ച് ഗ്ലാസ് നേരെ എടുത്ത് വെക്കുക. എന്നിട്ട് അടിക്കാം, ഓണാക്കാം. ഇനി നമുക്ക് ബാക്കി ഗ്ലാസ്സുകളൊക്കെ ട്രെയിനിൽ നിറയ്ക്കാം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പായാണ്. അതിന് നേരെ എടുക്കുക. നമ്മൾ ഈ കേക്ക് വെച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാം. അതെങ്ങനെ ഞാൻ കാണിച്ചു. ഇവിടെ ഒരു ഇതൊക്കെ ക്ലോത്തിൻ്റെ ഒരു മെഷീൻ, അത് നടുക്കിങ്ങനെ കണ്ട. ഇത് ഈ ഗ്ലാസ് മൊത്തം നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇവിടെ നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചാലൊക്കെ നമുക്ക് കോഫി കുടിക്കാനുള്ള സെറ്റപ്പായത്, കോഫി മെഷീനായത്. അപ്പോൾ ഇത് ഇവിടെ വരുന്ന പിന്നെ കോഫീൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് ഇതിലിടുന്ന ഒരു പുതിയ ടെക്നോളജി ആട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പോൾ ഇതിൽ ലോക്ക് ചെയ്യുന്നു, പിന്നെ കോഫീൻ്റെ ഗ്ലാസ് എടുക്കുക, താഴെ വെക്കുന്നു, നിൽക്കുന്നു. അപ്പോൾ അത് വെള്ളമായിട്ട് മിക്സായിട്ട് ഈ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ വരും. നമുക്ക് കോഫീൻ്റെ ആ ലിക്വിഡ് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി പാൽ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാം. പാല് തിളപ്പിക്കുന്നതൊക്കെ വെറൈറ്റി. ഇത് കോയിലുണ്ടോ, ഈ കോയിൽ ഇങ്ങനെ മുങ്ങുന്ന രീതിയിൽ വെക്കുക. പിന്നെ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവാം. തിളച്ച പാലും കോഫിയും മിക്സ് ചെയ്യാനുള്ളതാണ്. നമുക്ക് കടുപ്പമാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. കടുപ്പം വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ അയ്യോ പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ പഞ്ചസാര ഒന്നും ആരും യൂസ് ചെയ്യാറില്ല, ഷുഗർ കട്ട എല്ലാവരും. ഫൈനലി എല്ലാ ഗ്ലാസ്സുകളും കഴുകി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സെറ്റായി. ഇതാണ് ഇപ്പോൾ ഒരു ടോട്ടൽ വ്യൂ, മൊത്തം സെറ്റാക്കിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക്, അതായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ലാറ്റ്വിയയിൽ ഒരു എന്താ പറയുക ഡിഷ് വാഷിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കുറേ എന്താ പറയുക, നമുക്ക് നാട്ടിലപ്പോൾ അങ്ങനെ മരിച്ചുള്ള പണിയൊന്നുമില്ല. പക്ഷെ കുറേയൊക്കെ ഡിഷ് വാഷർ മെഷീൻ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റുക, പിന്നെ കഴുകി സെറ്റായിട്ട് വരും. ഒന്ന് തുടച്ച് വെച്ചാൽ മതി. ആ തുടച്ച് വെക്കുന്നതാണ് ഒരു പാട്. ആ തുടച്ച് വെക്കുമ്പോൾ 2-3 ഗ്ലാസ് പൊട്ടിട്ടു, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡിഷ് വാഷിംഗ് എന്നൊക്കെ പറയുന്നത്. അവിടെ പാർട്ട് ടൈം ജോബൊക്കെ ഇതാണ് കൂടുതലും ഉണ്ടാവാറ്.